السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് അനേകായിരം നിഅമത്തുകൾ നൽകിയിട്ടുണ്ട്, ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ നിഅമത്തുകളൊക്കെ ഒന്ന് എണ്ണിത്തിട്ടപ്പെടുത്താൻ ഒരാൾ ശ്രമിച്ചാൽ ഒരിക്കലും അത് സാധ്യമല്ല. ഖുർആൻ തന്നെ നമ്മോട് ഓർമ്മപ്പെടുത്തി, വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ നിഅമത്തുകൾ തിട്ടപ്പെടുത്താൻ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങളെ കൊണ്ടതിന് കഴിയില്ല. അതിന് മാത്രം നിഅമത്തുകൾ കാരുണ്യവാനായ റഹ്മാനായ റഹീമായ വദൂദായ റബ്ബ് നമുക്ക് നൽകിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതിനൊക്കെ നാം എപ്പോഴും നന്ദിയുള്ളവരായി തീരേണ്ടതായിട്ടുണ്ട്. ഒരിക്കലും നന്ദി കേട് കാണിക്കാൻ പാടില്ല. ജീവിതകാലം മുഴുവനും റബ്ബിൻ്റെ മുമ്പിൽ ശുക്റിൻ്റെ സുജൂദിലായി കിടന്നാലും അള്ളാഹു തആല നൽകിയ നിഅമത്തുകൾക്ക് അതൊന്നും ഒരിക്കലും നാം നന്ദി ചെയ്തു തീർക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമേ അല്ല. പക്ഷേ റബ്ബ് കാരുണ്യവാനായതുകൊണ്ട്, റഹ്മാനായതുകൊണ്ട്, റഹീമായതുകൊണ്ട് തന്നെ അള്ളാഹു നമുക്കതൊക്കെ വിട്ടുവീഴ്ച ചെയ്തു തരികയാണ്. അള്ളാഹു തആല നമുക്ക് നൽകുന്ന നിഅമത്തുകൾക്ക് നാം ചെറിയ രൂപത്തിൽ തന്നെ ശുക്ർ ചെയ്യുമ്പോൾ അള്ളാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും ധാരാളമായി വീണ്ടും വീണ്ടും അള്ളാഹു നമുക്ക് നിഅമത്തുകൾ തന്നുകൊണ്ടേ ഇരിക്കുകയും ചെയ്യുകയാണ്. ഇൻ ശക്കർത്തും ലഅസീദന്നക്കും. നിങ്ങൾ എനിക്ക് നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് ഞാൻ വീണ്ടും നൽകിക്കൊണ്ടേയിരിക്കും, വർദ്ധിപ്പിച്ചു തരുമെന്ന് ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു നൽകിയ നിഅമത്തുകളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട 2 നിഅമത്തുകളെ സംബന്ധിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ആ നിഅമത്തുകൾ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല. നിങ്ങൾക്ക് ആഖിറത്തിൽ ഉപകാരം കിട്ടുന്ന രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി നമ്മോട് ഓർമ്മപ്പെടുത്തിയതായി കാണാം. ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ അവിടുന്ന് പറഞ്ഞു, നിഅമത്താനി മഗ്ബൂനും ഫീഹിമാ കസീറുൻ മിനൻ നാസ്. അധിക ജനങ്ങളും വഞ്ചിതരാകുന്ന, അവർ വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താതെ നഷ്ടപ്പെടുത്തി കളയുന്ന 2 നിഅമത്തുകൾ ഉണ്ട്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, അസ്സിഹത്തു വൽ ഫറാഹു. ആരോഗ്യം, അതുപോലെ തന്നെ ഒഴിവ് സമയം. ഇത് രണ്ടും അധിക ആളുകളും വേണ്ട രൂപത്തിൽ ശ്രദ്ധിക്കാതെ നഷ്ടപ്പെടുത്തി കളയുന്ന വലിയ 2 നിഅമത്താണ്. അവർ ആലോചിക്കുക, നമ്മുടെ കൂട്ടത്തിൽ എത്രയോ പ്രായമായ ആളുകളുണ്ട്, വയസ്സായ ആളുകൾ. അവരോടൊന്ന് ചോദിച്ചാൽ മതി, അല്ലാഹു തആല നിങ്ങൾക്ക് ഇനിയും ആരോഗ്യം, പഴയ കാലത്ത് ആരോഗ്യം, ആ ചെറുപ്പം യുവത്വം ഒന്ന് മടക്കി തരികയാണെങ്കിൽ നിങ്ങളെ ആരോഗ്യത്തെ, ആ നൽകിയ നിഅമത്തിനെ ഏതു രൂപത്തിലായിരിക്കും ഉപയോഗപ്പെടുത്തുക എന്ന് ചോദിച്ചാൽ അവർക്ക് പറയാനുള്ള മറുപടി, കൃത്യമായ 5 നേരം പള്ളിയിലേക്ക് ജമാഅത്തായി നിസ്കരിക്കാൻ നടന്നു പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ ആരോഗ്യസ്ഥിതി അതിനെ അനുവദിക്കുന്നില്ല. എൻ്റെ കാലിന് വേദനയാണ്, മുട്ടുവേദനയാണ്, അതുപോലെ തന്നെ ഊരവേദനയാണ്, ശരീരത്തിന് വലിയ ക്ഷീണമാണ്, ഷുഗർ പ്രഷർ കാരണം വലിയ വിഷമത്തിലാണ്. എനിക്ക് കൃത്യമായി നിസ്കരിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ, നോമ്പനുഷ്ഠിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, ഖുർആൻ ധാരാളം പാരായണം ചെയ്യാൻ എനിക്കതിന് സാധ്യമായിരുന്നുവെങ്കിൽ, അള്ളാഹു തആലക്ക് ധാരാളം തസ്ബീഹ് ചൊല്ലാൻ, തക്ബീർ ചൊല്ലാൻ, തഹ്മീദ് ചൊല്ലാൻ, റബ്ബിനോട് ഇസ്തിഗ്ഫാർ തേടാൻ, ഇങ്ങനെ തുടങ്ങിയിട്ട് എന്തൊക്കെ നന്മകളുണ്ടോ അതൊക്കെ ചെയ്യാൻ എന്നെക്കൊണ്ട് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ എത്ര ഭാഗ്യവാനായിരുന്നു. അതെല്ലാം എനിക്ക് കഴിയാത്തൊരവസ്ഥയിലേക്ക് ഞാൻ എത്തിപ്പെട്ടല്ലോ എന്ന നിലക്ക് അവരൊക്കെ വിഷമിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ റബ്ബ് നൽകിയ ഈ യുവത്വം, ഈ ആരോഗ്യ സമയം ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്താതെ പാരത്രിക ലോകത്തെ വിജയത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ തന്നെ വൽ ഫറാഗ്, ഒഴിവ് സമയം. നമ്മൾ കുടുംബഭാരാബ്ദവുമായി കഴിഞ്ഞു കൂടുമ്പോൾ പല നിലക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ജോലി ആവശ്യത്തും മറ്റുമൊക്കെ ഓടേണ്ടി വരും. ആ സമയത്തിനിടയ്ക്ക് കിട്ടുന്ന സമയങ്ങൾ ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. അതല്ലെങ്കിൽ ഭൗതികമായ ലോക ജീവിതത്തിലെ തിരക്കിലേക്ക് വരുന്നതിന് മുമ്പ് അള്ളാഹു നൽകിയ യുവത്വ സമയത്തുള്ള ആ സമയം, ഒഴിവ് സമയം ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്താതെ നാം അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ മരിക്കുമെന്ന് പറയാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല. നാളെയാവാം, മറ്റന്നാളാവാം നന്നാവല് എന്ന് ചിന്തിക്കുന്നത് ഒരിക്കലും ബുദ്ധിയല്ല. ഏത് സമയത്തും എപ്പോഴും മരണം നമ്മെ പിടിപെടാം. അതിൻ്റെ മുമ്പായി കിട്ടിയ സമയങ്ങൾ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധ്യമാകണം. എങ്കിൽ നമുക്ക് എത്തിലും പരത്തിലും വിജയിക്കാൻ സാധ്യമാകും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.